ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു സമയത്ത് ഓർമ്മ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. ജീവിതം എപ്പോഴും ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. ഏകദേശം അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് നീറ്റ് എക്സാമിനേഷനെ കുറിച്ച് പറയേണ്ടി വരും. ഒരു മുമ്പ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും തീരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അത് കുട്ടികളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 വർഷം 3 വർഷം റിപ്പീറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. 3-4 വർഷം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളും ഇത്തരത്തിലൊരു റീനീറ്റൊക്കെ വരുമ്പോൾ എത്രത്തോളം കുട്ടികളുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കുമെന്നുള്ളത് നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ഞാൻ പോവാണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എത്രത്തോളം കാൽക്കുലേഷൻസ് നമുക്ക് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാലും, എത്രത്തോളം വലിയ ബിസിനസ് ആയിക്കഴിഞ്ഞാലും, എത്രത്തോളം വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി കഴിഞ്ഞാലും ചില സമയത്ത് നമ്മുടെ കാൽക്കുലേഷനിൽ എവിടെ പോലും ഒരു കാൽക്കുലേഷൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് പോലും വരാത്ത സംഗതികൾ വന്ന് അത് മൊത്തം കൊളാപ്സായി പോകുന്ന എത്രയോ ദൃശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലൊരു സംഗതി നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചെന്ന് കരുതുക. അതിൻ്റെ ഒരു ത്രൂ ഔട്ട് അനാലിസിസ്, ഇനി എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും നമുക്ക് ഈ ഒരു ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാനിതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊന്നുമല്ല, എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനും അറിയില്ല. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. എനിക്ക് മോട്ടിവേഷൻ ക്ലാസ്സിനോടൊരു താല്പര്യമില്ല. പക്ഷേ പറയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നി, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണ് നിങ്ങൾക്ക് കേൾക്കാം. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സൈക്കോളജിക്കലി അതിനെ അനലൈസ് ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ലിമിറ്റിലുള്ള നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളും, മറ്റൊന്ന് നമുക്കൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളും. സാധാരണഗതിയിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്, ഒരു ടർബുലൻസിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയുണ്ട്. അത് ഈ ഒരു അവസരത്തിൽ ഏറ്റവും യോജിച്ച ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. 2 പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ 2 പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പരസ്പരം പരിചയമില്ലാത്ത ആൾക്കാരാണ്. 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ അടുത്തടുത്തിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ടർബുലൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലൈറ്റിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്ത ഒരു ടർബുലൻസിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ടർബുലൻസ് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ എയർ പോക്കറ്റിൽ പെട്ട് വായുവിലുള്ള പല രീതിയിലുള്ള എയർ പ്രഷറിൽ എയർ പോക്കറ്റിൽ പെട്ട് വിമാനം 2 ഭാഗത്തേക്ക് വലഞ്ഞു പോവുക, അല്ലെങ്കിൽ വല്ലാതെ വലഞ്ഞു പോവുക, ഇതിനാണ് ടർബുലൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് വലിയ ഷെയ്ക്കിംഗ് ഉണ്ടാവും, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടർബുലൻസ് വരുന്ന സമയത്ത് ഈ 2 പേരുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആ ടർബുലൻസ് വരുന്ന സമയത്ത് ഈ അറ്റത്തിരിക്കുന്ന ആള് പൊതുവെ അയാൾക്ക് നല്ല ഭയമുള്ള ഒരാളാണ്. ആകെ കൂടി പേടിച്ച് ഇങ്ങനെ വിറക്കാണ്, ശ്വാസം മുട്ടുന്ന പോലെ. ഇയാൾ കൈകാലിട്ടടിക്കുന്നു, നിലവിളിച്ച് കരയുന്നു, ശ്വാസം മുട്ടുന്ന പോലെ ആകെ കൂടി ആൾക്ക് ഫീൽ ചെയ്യാണ്, ഞാനിപ്പോൾ മരിച്ചു പോകുന്ന ഫീൽ ചെയ്യാണ്. ഇയാൾ ആ ഒച്ചത്തിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പൊ ഇയാൾ നോക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി യാതൊരു സങ്കോചവും ഇല്ലാതെ കൈകെട്ടിയിരിക്കുന്നു, അല്ലെ, സുസ്മരവതനായി, അല്ലെ, അങ്ങനെ പറയാറില്ലേ മലയാളത്തിൽ, അല്ലെ, പ്രത്യേകിച്ച് ഒരു അതിന്റെ റൈറ്റ് ടൈം എന്താ അതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ, വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ടർബുലൻസ് കൊണ്ട് ഇങ്ങനെ അസ്വസ്ഥനായ വ്യക്തിക്ക്, നിങ്ങൾ എന്ത് മനുഷ്യനാടെ, ഇത്രയും വിമാനം ഇങ്ങനെ കുലുങ്ങി ഇതിങ്ങനെ താഴ്ന്നും പറന്നും ചെരിഞ്ഞും പറഞ്ഞിങ്ങനെ വീഴാറായി ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ മറുപടി, സഹോദര, ഒന്നാമത് ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ഓടിക്കുന്ന ഞാനല്ല. ഇനി ഞാനതിൻ്റെ അകത്ത് പോയാൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് അത് ഓടിക്കാനൊന്നും അറിയില്ല. ഇത് എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ഓടിക്കേണ്ടതിൻ്റെ കാര്യം എനിക്കറിയില്ല. ഈ ഫ്ലൈറ്റ് പറത്താൻ എനിക്ക് അറിയണ്ടേ? ഫ്ലൈറ്റ് പറത്താൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ അത് എൻ്റെ നിയന്ത്രണത്തിലുമല്ല. അപ്പം ഞാൻ താങ്കൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ കൈകാലിട്ട് അടിച്ച് അല്ലെ നിലവിളിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാനൊരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഞാൻ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാം, പ്ലാൻ ചെയ്യുക, നിരീക്ഷിക്കുക. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഇത് കേട്ടപ്പോൾ ഇയാൾക്കും കുറച്ച് സമാധാനമായി. ലൈഫിലെ പല പ്രശ്നങ്ങൾ അങ്ങനെയാണ്. നമുക്കതിനെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ടാവണം, അതിനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുക? ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ, ഇത്രയും എനിക്ക് ചോദിക്കാമല്ലോ. ഇപ്പോൾ ശരിയാണ്, ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നു. 25 ലക്ഷത്തോളം ആൾക്കാർ എഴുതിയ പരീക്ഷയിൽ അല്ലെ ആരൊക്കെ കാണിച്ച ക്രമക്കേടിന് നല്ല മാർക്ക് കിട്ടി. അതവിടെ നിൽക്കട്ടെ. നല്ല മാർക്ക് നിങ്ങൾ കിട്ടുന്നുണ്ടോ കിട്ടാതിരിക്കുന്നോ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പരീക്ഷ ചെയ്ത് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തിന് ബാധിക്കുന്നു. ഒറ്റൊരു കാര്യം, ഈ ഒരു ഇഷ്യൂ നിങ്ങളുടെ കൺട്രോളിലാണോ? ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Again, I would like to ask this question.
ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ നിങ്ങളുടെ കൺട്രോളിലാണോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗിയർ ലിവറോ ഉപയോഗിച്ച് ഈ ഇഷ്യൂവിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചോളൂ. ഈ ഇഷ്യൂ ഇപ്പോഴുണ്ടായ ഇഷ്യൂവിനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് നിങ്ങൾ എങ്ങനെ കൈകാലിട്ടടിച്ച് നിങ്ങൾ ഗിയർ ലിവറൊക്കെ മാറ്റി നോബൊക്കെ തിരിച്ച് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ നല്ലോണം ടെൻഷൻ അടിച്ചോളും. പക്ഷെ അതല്ല, നിങ്ങൾക്കിപ്പോൾ ഈ ഇഷ്യൂവിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പം നടന്നത് രാജസ്ഥാനിലെന്ന് പറയുന്നു, രാജ്യത്തിൻ്റെ പല ഭാഗത്തുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു. അതിലൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു അതോറിറ്റി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ, ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ച ഒരു കുട്ടി ആയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റുഡൻ്റ് ആയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മികച്ച കരിയർ അല്ലേ അതിലേക്ക് പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങളുടെ കൺട്രോളിലാണോ? അല്ല. അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു കൺട്രോളിങ് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യുക. 2 കാര്യങ്ങൾ: ക്ഷമയോടുകൂടി കാത്തിരിക്കുക, പ്ലാൻ ചെയ്യുക. നമുക്കിതിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് 2 തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ടൈപ്പ് 1. ശ്രദ്ധിക്കണേ, അത്ര ഒരുപാട് ലോങ് വീഡിയോ ഒന്നും ആയിരിക്കില്ല, കുറച്ച് നേരം മാത്രമേ ഉണ്ടാവും. 2 തരത്തിലുള്ള ആൾക്കാരാണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് പറയുന്നത് ഒരു 600 ഈ വർഷം ഒരു കട്ട് ഓഫ് റേഞ്ചിന്റെ മുകളിലേക്ക് വരുന്ന ഒരു 630, 640, 650 അല്ലെങ്കിൽ ഒരു 630+ അല്ലെങ്കിൽ 640+. അത് 640 എടുക്കാൻ നോക്കും. കേരളത്തിലാണെങ്കിൽ 640 വേണമെന്നാണ് കണക്കാക്കുന്നത്. 640 മുകളിലേക്കാണ്, 645, 650 നമ്മൾ കട്ട് ഓഫ് കണക്കാക്കിയത്. പോട്ടെ, ഒരു 635+, 635 മാർക്കിന്റെ മുകളിലേക്ക് മാർക്ക് വാങ്ങിച്ചവരാണ് ഒന്നാമത്തെ വിഭാഗം. അവരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് തീരെ ലോ സ്കോർ, പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ടും അല്ലെ അവസരങ്ങൾ ഉണ്ടായിട്ടും എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് മാർക്ക് കിട്ടാത്തവർ. 2 വിഭാഗമാണ് ഉള്ളത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ വിഭാഗത്തിന്റെ കാര്യം എടുക്കാം. 2 വിഭാഗത്തിന് നമ്മൾ പരിഗണിക്കണമല്ലോ. 2 പേർക്കും വേണ്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് ഞാൻ തരും, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരു 630 ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, തേർഡ് അറ്റംപ്റ്റ്, എത്ര അറ്റംപ്റ്റ് ആയിക്കോട്ടെ, ഒരു 630 മാർക്കിന്റെ മുകളിലേക്ക് സ്കോർ ചെയ്ത കുട്ടികളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മനസ്സിലുള്ള പ്രധാനപ്പെട്ട ആശങ്കകൾ എനിക്ക് തോന്നുന്നത്, ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഇത്രയും ഒരു ഫ്രസ്ട്രേഷനാണ്. ഇത്രയും കഷ്ടപ്പെട്ട്, ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ പരീക്ഷ എഴുതി ഇത്രയും മാർക്ക് വാങ്ങിച്ചു, ഇനി ഇതിങ്ങനെ സംഭവിച്ചല്ലോ, ഇത് എൻ്റെ കാരണം കൊണ്ടല്ലാണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം കൊണ്ടല്ലാതെ ഈ ഒരു കാര്യം ഇപ്പം സംഭവിക്കുന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, അതിൻ്റെ ഒരു നിരാശ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഒരു ആശങ്കയാണ്. ഇനി ഈ പരീക്ഷ എപ്പോഴാണ് നടക്കുക? ആ പരീക്ഷയിൽ എനിക്ക് ഇതേപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുമോ? ഇതിന് ഞാൻ പെർഫോം ചെയ്തു, അതിൽ ഇതേപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുമോ? മൂന്നാമത്തത് പരീക്ഷയെക്കുറിച്ചുള്ള മറ്റൊരു ആശങ്ക തന്നെയാണ്. ഇനി ആ പരീക്ഷയിൽ എനിക്ക് പരിചയമില്ലാത്ത പാറ്റേൺ ക്വസ്റ്റ്യൻസ് വരുമോ? എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമോ? അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയിൽ എനിക്ക് പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത്തരത്തിലുള്ള ആശങ്കകളാണ്, ഈ 2 രീതിയിലുള്ള ആശങ്കകളാണ് പ്രധാനമായിട്ടും ഈ ഉയർന്ന മാർക്ക് വാങ്ങിച്ച കുട്ടിയുടെ മുന്നിലുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഒന്ന്, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ മാർക്ക് വാങ്ങിച്ചിട്ടും എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നല്ലോ, എന്തൊരു കഷ്ടമാണിത് എന്നുള്ള ഫീല് ഒന്നാമത്. രണ്ടാമത്തത് ഈ 2-3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് സെക്കൻഡ് ഒരു പോയിന്റ് ആയിട്ട് പറയാം. എന്താണ് ആ പോയിന്റ്? എനിക്ക് ഇനി അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇത്രയും എനിക്ക് ഇതിൽ പെർഫോം ചെയ്ത പോലെ, കാരണം ചില പരീക്ഷകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, പരീക്ഷ ലെവൽസ്, എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, ഇങ്ങനൊരു ആശങ്ക. ഈ 2 കാര്യങ്ങളാണ് ഈ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഞാൻ ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കാരണം വെച്ചാൽ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും സാധാരണ നമ്മൾ ഒരു കുട്ടി കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് കുട്ടിക്ക് 2 കാര്യങ്ങളാണ്. കുട്ടിക്ക് മിക്കവാറും കേസിലൊരു ഇമാജിനേഷൻ ആയിരിക്കും, എനിക്ക് ഇങ്ങനെ സംഭവിക്കും, ഇനി എനിക്ക് അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഇമാജിനേഷൻ. അത് നമ്മുടെ പ്രോബ്ലംസ് വെച്ചാൽ 1% റിയാലിറ്റി, 99% ക്രിയേഷൻ ആണെന്ന് പറഞ്ഞ് വെറുതെ അല്ല. അതെനിക്ക് ഒരുപാട് കുട്ടികൾ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്കത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇമാജിനേഷനും ക്രിയേഷനും വിട്. അതായത് ഇനി സംഭവിക്കുമോ അല്ലെ? ഒന്നാമത്തെ ഇതിന്റെ 2 കാര്യത്തിന്റെ സൊല്യൂഷൻ. ആ ഒരു ഫ്രസ്ട്രേഷൻ, നിരാശന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ 25 ലക്ഷത്തോളം കുട്ടികൾക്ക് നിരാശയുണ്ട്. 25 ലക്ഷത്തോളം കുട്ടികളിൽ മികച്ച മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊക്കെ നിരാശയുണ്ട്. നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതി ഫേസ് ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ആ ഫിസിക്സിലെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, മോഷന്, സ്ട്രേറ്റ് ലൈനും, പ്ലെയിനും, ലോസ് ഓഫ് മോഷനും, വർക്ക് ഫോർ എനർജിയും ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് നന്നായിട്ട് പഠിച്ചതുപോലെ കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റും സ്ട്രക്ചർ ഓഫ് ആറ്റവും കെമിക്കൽ ബോണ്ടിങ്ങും അതേപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. കാരണം ഒരു പ്രാവശ്യം മാക്സിമം നന്നായിട്ട്, അതായത്
ആ ഒരു റൂട്ടിലേക്ക് കൂടെ ഏറ്റവും ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ റൂട്ടിലേക്ക് കൂടെ ഓൾറെഡി ഒരു പ്രാവശ്യം നിങ്ങൾ മനോഹരമായി വണ്ടി ഓടിച്ച് ഡെസ്റ്റിനേഷൻ എത്തിയ ആൾക്കാർ, നിങ്ങൾ അങ്ങനെ ആലോചിക്കൂ. നിങ്ങൾ കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് അതിമനോഹരമായിട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് കൂടെ വണ്ടി ഓടിച്ച് എല്ലാ വളവുകളും കയറി അല്ലെ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി കൃത്യമായിട്ട് അവിടെ ഓടിച്ച് എത്തിച്ച ആളാ. ഇനി നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതേ റൂട്ടിൽ തന്നെയാണ് ഓടിക്കേണ്ടത്, അതിന് കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നേ ഉള്ളൂ. ബി കോൺഫിഡൻറ്റ്. ആ വഴിയിലേക്കൂടെ അതിശക്തമായിട്ട് വണ്ടി ഓടിച്ച്, ഇങ്ങനെ ചിന്തിക്കടേ, ആ വഴിയിലേക്കൂടെ അതിശക്തമായിട്ട് വണ്ടി ഓടിച്ച ആളാണ് ഞാൻ. എനിക്കറിയാം ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ഫിസിക്സ്, ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം കെമിസ്ട്രി, ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ബയോളജി. ഇതൊക്കെ എനിക്കറിയാം. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പോഴും നിങ്ങൾ വീക്കായ ചില സബ്ജക്ട്സ് ഉണ്ടാവും, ഇപ്പോഴും നിങ്ങൾ വീക്കായ ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് പഠിക്കാനുള്ള അസുലഭമായ ഒരു അവസരം കൂടിയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ട് ഇപ്പോഴും കിട്ടിയതിനേക്കാൾ എത്രയോ 720 ഔട്ട് ഓഫ് 720 വാങ്ങിക്കാനുള്ള എബിലിറ്റിയുള്ള കുട്ടികളാണ് നിങ്ങളെ. അതിന് സമയം നിങ്ങൾക്കുണ്ട്. ഏത് സമയത്താണ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത സീരീസിൽ പറയാം. ഒരു ടെൻഷനും വേണ്ട, സമാധാനത്തോടെ ഇരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, 1-2 ദിവസം റിലാക്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ അതേ യാത്ര തന്നെയാണ് പോകാണ്ടി പോകുന്നത്. അവിടുത്തെ ഓരോ വളവുകൾ നിങ്ങൾക്ക് ഹൃദിസ്ഥമാണെന്നേ. കെമിസ്ട്രിയിൽ ഏതൊക്കെ ടെസ്റ്റിൽ ഏതൊക്കെ കുഴികൾ കെമിസ്ട്രിയിലുണ്ട് നിങ്ങൾക്കറിയാം, ഏതൊക്കെ കുഴികൾ ഫിസിക്സിലുണ്ട് എന്നറിയാം, ബയോളജി എങ്ങനെ സ്കോർ ചെയ്യണം നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ആ വരുന്ന പരീക്ഷ ഇതിനേക്കാൾ അനായാസമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും മക്കളെ. ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്ലാനിങ്. അല്ലാതെ ഇങ്ങനെ സംഭവിച്ചു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മ, ടേസ്റ്റിംഗ് ദ സോറോ. എന്താ ടേസ്റ്റിംഗ് ദ സോറോ എന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ നോക്ക്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം. അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. ശരി, നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു, ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമാണ്. ഒരു ലിവർ കണ്ടോ ഒരു നോബ് കണ്ടോ തിരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കൂ. ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ടെൻഷൻ ആണോ വേണ്ടത്, പാനിക് ആവുകയാണോ വേണ്ടത്, പ്ലാനിങ് ആണോ? പ്ലാനിങ് ആണ്. ഇനി അതിൻ്റെ പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട. ഓൾറെഡി അതിമനോഹരമായിട്ട് ആ റൂട്ടിലേക്ക് കൂടെ വളരെ കൃത്യമായിട്ട് വണ്ടി ഓടിച്ച് സക്സസ്ഫുൾ ആയിട്ട് ഡെസ്റ്റിനേഷനിൽ നീറ്റ് 2026 ഹൈ സ്കോർ എന്നുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയ കുട്ടിയാണ് നിങ്ങൾ എന്നേ. വെറുതെ അല്ല, നല്ലോണം കഷ്ടപ്പെട്ടിട്ട് എത്തിയതാ. ആ പവർ നിങ്ങൾക്കുണ്ട്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ആഡ് ഓൺ കൂടി ചെയ്താൽ ഈസി ആയിട്ട് അനായാസമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഏറ്റവും മികച്ച റാങ്ക് ഇപ്പോഴുള്ളതിനേക്കാളും മികച്ച. ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, അടുത്തതിൽ എയിംസിലോ ജിപ്മറിലോ AFMCയിലായിരിക്കും കിട്ടുക. അതിലെ പെർഫോമൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ. എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? അൺവാണ്ടഡ് ഡിസ്കഷൻ ഒഴിവാക്കുക. ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഞാൻ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളിലേക്കും കൂടെ ഒന്ന് പോട്ടെ. മാർക്ക് കുറഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മ വരുന്നത് പ്രിയദർശൻ്റെ ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്നാണ് ചിത്രം. നിങ്ങൾ ഈ ഒരു ജനറേഷൻ ആയതുകൊണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ഒരു കാലത്തെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ TV-യിലൊക്കെ വരുമ്പോൾ ആ സിനിമ കണ്ട് ചിത്രം, ഇല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്, എടുത്ത് നോക്കിയാൽ മതി. ഈ ചിത്രം സിനിമയിൽ മോഹൻലാൽ ഒരു കുറ്റവാളിയാണ്. ഈ ചിത്രം സിനിമയുടെ അവസാനത്തെ ഒരു സീൻ അഥവാ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ സോമൻ എന്നുള്ള എനിക്ക് സോമൻ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് പോയിട്ട് മോഹൻലാൽ പിടിക്കപ്പെട്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അത് മോഹൻലാലിൻ്റെ സ്റ്റൈലില്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സ്റ്റൈലിൽ ചോദ്യമുണ്ട്. അത് ഭയങ്കര ഒരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ചോദ്യം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം എന്താ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുന്ന ഒരു പ്രതിയാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കഥ. അപ്പം ശരിക്കും ആ ഒരു ചോദ്യം കേട്ടിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. എല്ലാവരും ആ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് കൊല്ലാതിരുന്നെങ്കിൽ, ഒരു ജന്മം കൂടെ കൊടുത്തിട്ടിരുന്നെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ പലർക്കും നീറ്റ് എക്സാമിനേഷൻ ഉണ്ടായത്. നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് അല്ലേ, ശരിക്കും നീറ്റ് എക്സാം കഴിയുമ്പോൾ ഒന്നും കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ പുറത്തേക്ക് വന്നിട്ട് ഒരു ചാൻസ് കൂടെ തരാൻ പറ്റുമോ? ഇല്ല അല്ലേ എന്ന് ചോദിച്ച എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കാനും സാർ, ഒറ്റ ചാൻസ് സാർ, ഒരു ചാൻസ് തരൂ സാർ, ഒരു ചാൻസ് എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇമ്പോസിബിൾ ആണ്, പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ അസുലഭമായ ഒരു അവസരമാണ് ഇത്തരക്കാർക്ക് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു റീബർത്ത് എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഒരു കാരണവശാലും കിട്ടാത്തൊരു ഗോൾഡൻ ചാൻസ് ആണ് അത്തരം ആൾക്കാർ കിട്ടിയിരിക്കുന്നത്.
വീണ്ടും ഒരു നീറ്റ് പരീക്ഷ. ഈ നീറ്റ് പരീക്ഷയ്ക്ക് ലോ സ്കോർ കിട്ടിയ എല്ലാ ആൾക്കാരും, അതായത് മാർക്ക് കുറഞ്ഞ എല്ലാ ആൾക്കാരും കഴിവില്ലാത്തതുകൊണ്ടല്ലാന്നേ, പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, അതിന് കൃത്യമായ കാരണങ്ങളുണ്ടാവും, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇത് ഇനി വീണ്ടും ഒരു സാധ്യതയുണ്ട്. ചില ഹാബിറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ നിരന്തരമായിട്ട് ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ഉണ്ട്. അതായത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തു കൂടുന്ന ചില മണ്ടത്തരങ്ങളുണ്ട്, വിഡ്ഢിത്തങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞാണ്, എന്താണ്, ഒരാൾ ഒരു പ്രാവശ്യം ഒരു കുഴിയിൽ വീണാൽ അശ്രദ്ധ എന്ന് പറയും, വീണ്ടും അതേ കുഴിയിൽ വീണാൽ ഇവന് അശ്രദ്ധ കുറച്ച് കൂടുതലാണെന്ന് പറയും, മൂന്നാമത്തെ പ്രാവശ്യം ആ കുഴിയിൽ വീണാൽ പമ്പര വിഡ്ഢി എന്ന് പറയും. അതുപോലത്തെ അവസ്ഥയാണ് ചില ആൾക്കാരുടെ. ഇത്രയും പഠിച്ചിട്ടും ഇനിയും നിങ്ങൾ സമയം കളയും. അപ്പം അത്തരം ആൾക്കാർക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ്, ഇതിനൊരു അവസരമായിട്ട് കാണണം മാർക്ക് കുറഞ്ഞ ആൾക്കാർ. കാരണം ഇറ്റ്സ് എ ഗോൾഡൻ ചാൻസ്. കാരണം നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മാർക്ക് കുറഞ്ഞതെന്ന് അറിയാം. ആ ഒരു അപാകതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അസുലഭമായ രണ്ടുപേർക്കും കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് വിഭാഗക്കാരും ഞാൻ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. കാരണം നീറ്റിന് ഹൈ സ്കോർ കിട്ടിയിട്ട് കാരണം ടെൻഷൻ ആവണ്ടെന്നേ, അത് അങ്ങനെയാണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, വലിയ വലിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായാലും വളരെ നിങ്ങളുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരുണ്ടാവും. നിങ്ങളൊന്നും നോക്കിയാൽ മതി, നിങ്ങളുടെ നാട്ടിൽ രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് എക്സസൈസ് എടുത്ത് നടന്ന് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ നടന്ന് കൊല്ലം കൂട്ടിക്കെട്ടി കൃത്യമായിട്ട് എല്ലാം ചെയ്ത് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും രീതിയിലെ ദുരന്തങ്ങൾ അവർക്കും വന്നു ചേരും. ഇതൊന്നും നമുക്ക് വിചാരിച്ചിട്ട് വരുന്നതല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷൻ വിടുക. നമ്മുടെ കൺട്രോളിലാണോ എന്നോ നമുക്ക് ടെൻഷൻ അടിക്കും. ഇത് നമ്മുടെ കൺട്രോളിലല്ല. സോ വാട്ട് വി കാൻ ഡു അറ്റ് ദിസ് സിറ്റുവേഷൻ, ഈ സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്ന മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പ്രോബ്ലം മേക്കേഴ്സും പ്രോബ്ലം സോൾവേഴ്സും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദം ആർ പ്രോബ്ലം മേക്കേഴ്സ്. വെറുതെ അൺവാണ്ടഡ് ആയിട്ട് എടാ നീറ്റ് ക്യാൻസൽ ചെയ്തു, എന്ത് ജോലി എനിക്ക് എന്താ ചെയ്തത്, രാജസ്ഥാൻ അത് ഒരു കാര്യമില്ല. ഈ ഡിസ്കഷൻ കൊണ്ട് നിങ്ങളെ സംഭവിച്ച നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ എന്ത് സംഗതികളും നിങ്ങൾക്ക് അവിടെ ഒരു റിസൾട്ട് ഉണ്ട്. കാരണം NTA റീ എക്സാമിനേഷൻ അനൗൺസ് ചെയ്തു, റീനീറ്റ് അനൗൺസ് ചെയ്തു. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ അതിൽ എന്താ പറയുന്നത്, നമുക്ക് അത് വിട്ടേ, അതൊരു ഭാഗത്തേക്ക് വിടുക. കാരണം ഇതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല. ഇതിന്റെ കുറ്റവാളികൾക്കെതിരായിട്ട് കടുത്ത നടപടി CBI ആണ്. ഇപ്പോൾ CBI ആണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്, നടപടികൾ വരും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്തുകൊണ്ടാ അനർഹമായിട്ടുള്ള കുറെ ആൾക്കാർ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് കയറിയിട്ട് നിങ്ങളടുത്ത എഫേർട്ടിനെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയും കൂടി ഇതിലുണ്ടാവും. ഇത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ, സപ്പോസ് ഇത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അനർഹമായിട്ടില്ല, രാജസ്ഥാനിലോ ബീഹാർ എവിടെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളെന്ന് അറിയില്ല, ഇപ്പൊ കേരളത്തിലും അതിന് കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല അതെന്താണ്. അനർഹമായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഇതിന് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത, മീൻസ് ഇതിന്റെ ഒരു ഹാർഡ് വർക്കും ചെയ്യാത്ത ചില ആൾക്കാരെ ഒരു സൈഡിലേക്ക് കൂടുതൽ കയറി പറ്റിയിട്ട് അല്ലെ MBBS അടിച്ചുകൊണ്ടല്ല പരിപാടിയല്ലേ ചെയ്ത്, അത് പറ്റില്ല, അത് പിടിക്കപ്പെട്ടില്ലേ. അപ്പൊ അത് നല്ലതാണ്. അപ്പൊ അത്തരത്തിലെ ആൾക്കാരൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സും കൂടെ നടക്കും. അതുകൊണ്ട് ടെൻഷന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിച്ച്, ഒന്ന് ഇതിനെ കുറിച്ച് കരഞ്ഞ് നിലവിളിച്ച് വിലപിച്ചുകൊണ്ടേയിരിക്കുക. 24 മണി നീറ്റ് ക്യാൻസലായി, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുക. നമ്പർ 2, ഓപ്ഷൻ 2 എന്താ, നീറ്റ് ക്യാൻസലായി, എൻ്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം നന്നായിട്ട് എഴുതിയതാണ്, എനിക്ക് 630 സ്കോർ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് എഴുതിയല്ലേ തീരൂ, അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, എന്തു വന്നാലും ഞാൻ നേരിടും, അല്ലേ? നിങ്ങൾ പറ്റുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പുതിയ CM വന്നിട്ടുണ്ട്. ആരാ? വിജയ്, നമ്മുടെ ആക്ടർ വിജയ്. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ചെയ്തൊരു സ്പീച്ച്, അയ്യോ അതൊരു ഞാനൊരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒന്നിലും വിശ്വസിക്കുന്നില്ല, പക്ഷെ അതൊരു ഇൻസ്പിറേഷൻ, ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ലെവൽ നോക്കേണ്ടതാണ്. അദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യങ്ങൾ, അതായത് നെഞ്ചിൽ കുടിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു, അത് നിങ്ങൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുവരും, അതൊക്കെ ഒന്ന് എടുത്ത് കാണുക. കാരണം ഒരു ഒന്നുമില്ലാത്തടത്ത് വന്നിട്ടൊരാൾ ചെയ്തൊരു സംഗതി, അതാണ് അതിൻ്റെ, അല്ലാണ്ട് അതിൻ്റെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് റിയലി ഇൻസ്പിറേഷണൽ. അപ്പൊ ശരിക്കും ഈ സമയത്ത് നമ്മുടെ ഇൻപുട്ട് വളരെ ശ്രദ്ധിക്കണം. അതിന് നല്ലൊരു ഇൻപുട്ടാണ് ആ ഒരു വിജയിന്റെ സ്പീച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും ഒരു ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹം ചെയ്തൊരു കാര്യം, ആ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ച്. അത് പോട്ടെ, അത് വേറെ കാര്യം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇത്തരത്തിൽ ഇൻപുട്ട് മാത്രം എടുക്കുക, വേണ്ടാത്ത ഇൻപുട്ട് എടുക്കണ്ട. നീറ്റ് ആ ഡിസ്കഷൻ നിൽക്കണ്ട, അതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു പ്ലാനിങ് എങ്ങനെ ചെയ്യണം, ഈ ഒരു ഇതിന്റെ ക്ലാസ്സസ് എങ്ങനെയാണ്, തുടർന്നുള്ള പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, കാണാം. ഈ സീരീസ് തുടർന്നും കാണുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പാനിക് ആവുകയല്ല കൊണ്ട് നല്ല പ്ലാനിങ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ ആൾക്കാരുടെ എനിക്ക് ഒന്നും കൂടെ പറയാനുണ്ട്. അതായത് മടി പിടിച്ച് പ്രോക്കാസിനേഷൻ, മാറ്റി വെച്ച് ഇനിയും മാറ്റി വെച്ചു,
ജൂലൈയിലായിരിക്കും നീറ്റ് എപ്പോഴാണ് നടക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എപ്പോഴായിരിക്കും അടുത്ത നീറ്റ് എക്സാമിനേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാനിക് ആവേണ്ട ഒരാവശ്യമില്ല. ഈ പാനിക് ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ തീരുമാനിച്ചു ഞാൻ പാനിക്കാവും, എനിക്കിങ്ങനെ സ്ട്രെസ്, ചിലരുടെ ഒരു ഹാബിറ്റാണെന്നേ. സ്ട്രെസ്സിന് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരെ ചിലരുടെ ഒരു ഹാബിറ്റാണ്. എവിടെയോ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ വള്ളി എടുത്തിട്ട് എന്ത് ചെയ്യും, സ്ട്രെസ്സിനെടുത്ത് തലയിലേക്ക് ഇടും. അങ്ങനത്തെ ഹാബിറ്റ് ഉണ്ട് ചില ആൾക്കാർ. അത് മാറ്റണമെന്നേ. അപ്പം ഞാനിത് ഈ 19-20 വയസ്സിനുള്ള ഒരു ഹാബിറ്റ് മാറ്റി ലൈഫ് ലോങ് ഹാബിറ്റ് പോകും. ഇപ്പം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാനുള്ള കാരണങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങളുടെ ഓപ്ഷനാണ് അടിക്കണം. പ്രാക്ടിക്കലായിട്ട് തന്നെ അതിനെ ഫേസ് ചെയ്യുക. അങ്ങനെയൊക്കെ എന്തൊക്കെ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് അതിനെ ഫേസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു എക്സാമിനേഷൻ ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, രാജ്യത്ത് 25 ലക്ഷം ആൾക്കാർക്കും ക്യാൻസൽ ആയിട്ടുണ്ട്. അതിൽ CBI ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്, എന്തായിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. പിന്നെ എക്സാം നടത്താൻ റീനീറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഓൾറെഡി എക്സാമിനേഷൻ നന്നായിട്ട് എഴുതിയതാണ്, എനിക്ക് വീണ്ടും എഴുതാനും പറ്റും. കാരണം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ ടെൻഷൻ, 25 ലക്ഷം ആൾക്കാർ വീണ്ടും നീറ്റ് എഴുതുമ്പോൾ അവർക്കെല്ലാവർക്കും ഇത് ബാധകമല്ലേ, നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ലോ. അതുകൊണ്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ വിഭാഗക്കാരുടെ പ്രശ്നം എന്താ, പ്രോക്കാസ്റ്റ് നീട്ടി വെക്കും. ഏതായാലും ഇനി ജൂലൈയിലായിരിക്കില്ലേ പരീക്ഷ, അപ്പോൾ ഏതായാലും ഒരു ജൂൺ ലാസ്റ്റ് ചിത്രം സിനിമ ഒന്ന് എടുത്ത് കണ്ടോക്ക്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റിയ പോലെ ഒരു ചാൻസ് നിങ്ങളെ നോക്കാം. പരീക്ഷ ചെയ്യുമ്പോൾ ഒരു ചാൻസ് വീണ്ടും കിട്ടി, അത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ വലിയ വിട്ടിത്തായിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും ഒരു ടെൻഷൻ അടിക്കും വേണ്ട, പാനിക് ആവുകയല്ല വേണ്ടത്, പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ സീരീസിൻ്റെ അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്, അതുമായിട്ട് കാണാം. അതുവരെ ഉഷാറായിട്ടിരിക്കുക, സൂപ്പറായിട്ടിരിക്കുക, ഒരു ടെൻഷനും വേണ്ട. സൈലം കൂടിയുണ്ട് മക്കളെ, നമ്മളെല്ലാവരും കൂടിയുണ്ട്, അടിപൊളിയായിട്ടിരിക്കുക.